കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നത് പ്രതിരോധിക്കണം. UDF സർക്കാർ ഇച്ഛാശക്തിയുള്ള നിലപാട് സ്വീകരിക്കണമെന്നും പ്രമേയത്തിൽ പറയുന്നു. യൂനുസ് അഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേർന്നു. യൂനുസ്, അധികാരത്തിലെത്തിയാൽ PM നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. സ്വാഭാവികമായും ഇങ്ങനെയുള്ള ചോദ്യങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ സാധാരണമാണ്. അതുതന്നെയാണ് അനീഷ, നമുക്കറിയാം UDF പറഞ്ഞതാണ് ഈ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് UDF ആദ്യം തന്നെ അറിയിച്ചതാണ്. പക്ഷേ LDF ഈ സർക്കാർ ഈ ഒരു പദ്ധതിയിൽ ഒപ്പുവെച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതുമായി മുന്നോട്ട് പോകേണ്ടി വരും. കാരണം ഈ ഒരു ഒപ്പുവെച്ച സാഹചര്യത്തിൽ പുതിയൊരു സർക്കാരിന് അതിൽ നിന്ന് പിന്നോക്കം പോകാൻ കഴിയില്ല എന്നൊരു നിലപാട് UDF സർക്കാർ എടുക്കുന്നു. അതിനെതിരെ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നു. ഏതായാലും ഈ യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി, വള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റിയാണ് ഒരു പ്രമേയം ഇപ്പോൾ പാസാക്കിയിരിക്കുന്നത്. അവർ പറയുന്നത് ഈ ഒരു PM പദ്ധതി കേരളത്തിൽ നടപ്പാക്കരുത്. ഈ ഒരു സംഘപരിവാറിന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാനുള്ള നീക്കം അത് പ്രതിരോധിക്കാനുള്ള ഒരു മാൻഡേറ്റ് ആണ്, ആ ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് ജനങ്ങൾ UDFന് നൽകിയത്. ഇതിനോടുള്ള പ്രതിബദ്ധത പുലർത്താൻ UDF സർക്കാർ തയ്യാറാകണമെന്നും ആ ഒരു കടുത്ത നിലപാട് സ്വീകരിക്കണമെന്നും ഈ ഒരു പ്രമേയത്തിലൂടെ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ LDF സർക്കാർ ഈ ഒപ്പിട്ട ഈ ഒരു കരാർ റദ്ദാക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ ഇവർ UDF സർക്കാർ സ്വീകരിക്കണമെന്നും ഇപ്പോൾ ഈ ഒരു പ്രമേയത്തിലൂടെ യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നു. നമുക്കറിയാം, വലിയ വിമർശനങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമാണ്. ലീഗിനിടയിൽ തന്നെ, യൂത്ത് ലീഗിൽ തന്നെ വലിയ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. MSF ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു കാര്യമാണ് UDF അതോടൊപ്പം തന്നെ യൂത്ത് ലീഗ് സംഘടന ഉൾപ്പെടെയുള്ള പല ഇപ്പോൾ ഭരണപക്ഷത്തുള്ള സംഘടനകൾ അറിയിക്കുന്നത്. ഏതായാലും സർക്കാരിന്റെ നിലപാട്, ഒരു മുൻ സർക്കാർ ഇത് ഒപ്പുവെച്ചു, ഇതിൽ നിന്ന് പിന്മാറാൻ നിലവിലെ സർക്കാരിന് സാധിക്കില്ല. പക്ഷേ അതുമായി മുന്നോട്ട് മറ്റ് കരിക്കുലമോ മറ്റുള്ള ഏത് സ്കൂളിനെയാണോ തെരഞ്ഞെടുക്കുന്നുള്ള കാര്യത്തിൽ സർക്കാർ തന്നെ നിലപാട് സ്വീകരിക്കും. പക്ഷേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. ഏതായാലും MSFും യൂത്ത് ലീഗും ഇതിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് അനിഷ. പദ്ധതിയിൽ ഒപ്പിട്ട് അതുകൊണ്ട് പിന്നോട്ട് പോകാനാകില്ല എന്ന് പറഞ്ഞ സർക്കാരിന്റെ നിലപാടിനെയാണ് യൂത്ത് ലീഗ് ചോദ്യം ചെയ്യുന്നത്.